ഹായ് ഓൾ, വെൽക്കം ടു PSC മെമ്മറൈസ്. 2024 ജൂലൈ 13 തൊഴിൽ വാർത്തയിൽ വന്ന കറണ്ട് അഫയേഴ്സും അതിൻ്റെ വിശദാംശങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഈ വീഡിയോ പാർട്ട് 2 ആണ്. ഇതിനു മുമ്പുള്ള വീഡിയോയുടെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. 18ാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തിരഞ്ഞെടുത്തു. രാജസ്ഥാനിലെ കോട്ടയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഓം ബിർളയെ സ്പീക്കറായി നിർദ്ദേശിച്ച് പ്രമേയം അവതരിപ്പിച്ചത്. മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിനെ സ്പീക്കറാക്കണമെന്ന പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നെങ്കിലും പ്രമേയം അവതരിപ്പിക്കേണ്ടി വന്നില്ല. ഭരണപക്ഷത്തെ പ്രമേയത്തിന് പ്രതിപക്ഷം വോട്ടെടുപ്പും ആവശ്യപ്പെട്ടില്ല. പ്രതിപക്ഷത്തെ ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയിലെ രാഹുൽ ഗാന്ധി MPയെ പ്രതിപക്ഷ നേതാവായി തിരഞ്ഞെടുത്തു. സ്പീക്കർ ഓം ബിർളയാണ് സഭയിൽ പ്രതിപക്ഷ നേതാവിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. 10 വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിനെ ലഭിക്കുന്നത്. പാർലമെന്റ് സമുച്ചയത്തിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മഹത് വ്യക്തികളുടെയും പ്രതിമകൾ മാറ്റിസ്ഥാപിച്ചു. പഴയ പാർലമെന്റ് മന്ദിരത്തിനും ലൈബ്രറിക്കും മധ്യേയുള്ള സ്ഥലത്താണ് പുതിയ ഇടം ഒരുക്കിയിരിക്കുന്നത്. ഈ സ്ഥലം ഇനി മുതൽ പ്രേരണ സ്ഥൽ എന്ന പേരിൽ അറിയപ്പെടും. പാർലമെന്റിന്റെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ടായിരുന്ന പ്രതിമകളാണ് മാറ്റിസ്ഥാപിച്ചത്. പ്രതിമകളിൽ സ്ഥാപിച്ചിരിക്കുന്ന QR കോഡ് വഴി വ്യക്തികളുടെ വിവരങ്ങൾ സന്ദർശകർക്ക് അറിയുവാൻ സാധിക്കും. മഹാത്മാഗാന്ധി, BR അംബേദ്കർ, ഛത്രപതി ശിവാജി, ബിർസ മുണ്ട, റാണി ചെന്നമ്മ തുടങ്ങി നിരവധി മഹാന്മാരുടെ പ്രതിമകൾ ഇനി ഒരിടത്ത് കാണാൻ സാധിക്കും. വിക്ലീസ് സ്ഥാപകൻ ജൂലിയൻ അസാഞ്ച് ജയിൽ മോചിതനായി. ബ്രിട്ടനിലെ ബെൽമാർഷ് ജയിൽ തടവിലായിരുന്ന അദ്ദേഹം US-മായി ഉണ്ടാക്കിയ കുറ്റസമ്മത കരാറിന്റെ അടിസ്ഥാനത്തിലാണ് മോചിതനായത്. US-ന്റെ ലക്ഷക്കണക്കിന് അതിസുരക്ഷാ പ്രാധാന്യമുള്ള രേഖകൾ 2010 മുതൽ വിക്ലീസിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നതാണ് അസാഞ്ച് നേരിടുന്ന കുറ്റം. 2019 US ഫെഡറൽ കോടതി ഇദ്ദേഹത്തിനെതിരെ 18 കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. ജയിൽ മോചിതനായതോടെ അസാഞ്ചിന് ജന്മനാടായ ഓസ്ട്രേലിയയിലേക്ക് പോകാനും അനുമതി ലഭിച്ചു. എഴുത്തുകാരിയും ബുക്കർ പുരസ്കാര ജേതാവുമായ അരുന്ധതി റോയ്ക്ക് 2024 പെൻപിന്റർ പുരസ്കാരം. മനുഷ്യാവകാശ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തുടങ്ങിയ മേഖലയിൽ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. നാടകകൃത്തും നൊബേൽ സമ്മാന ജേതാവുമായ ഹെറോൾഡ് പിന്ററിനെ സ്മരണാർത്ഥം വർഷം തോറും നൽകി വരാറുള്ള പുരസ്കാരമാണിത്. കോമൺവെൽത്ത് രാജ്യങ്ങൾ, കോമൺവെൽത്തിൽ അംഗങ്ങളായിട്ടുള്ള മുൻ രാജ്യങ്ങൾ, UK, റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള എഴുത്തുകാർക്കാണ് പെൻപിന്റർ പുരസ്കാരം നൽകാറുള്ളത്. UAE-യിലെ സിനിയ ദ്വീപിൽ പുരാവസ്തു ഗവേഷകർ പഴയ നഗരമായ തുവാമിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. 6-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശം മുത്തുവ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായിരുന്നു. സിനിയ ദ്വീപിൽ ഇറ്റാലിയൻ ആർക്കിയോളജിക്കൽ മിഷൻ ഉമുൽ ഖുവൈനിൽ നടത്തിയ ഖനനത്തിൽ പഴയ വീടുകൾ കണ്ടെത്തിയിരുന്നു. ബ്യൂബോണിക് പ്ലേഗ് കാരണമാണ് നഗരം നശിച്ചതെന്ന് പുരാതന രേഖകളിൽ പരാമർശമുണ്ട്. വ്യാവസായിക ആവശ്യങ്ങൾക്കായി കൽക്കരിയെ മീഥേൻ, ഹൈഡ്രജൻ മുതലായ വാതകങ്ങളാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിക്ക് തുടക്കമായി. ജാർഖണ്ഡിലെ ജംതാര ജില്ലയിലെ ഖസ്തറ കൽക്കരി ഖനിയിലാണ് ഗ്യാസിഫിക്കേഷനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പൈലറ്റ് പദ്ധതിക്ക് തുടക്കമായത്. കൽക്കരി മന്ത്രാലയത്തിന്റെയും ഈസ്റ്റേൺ കോൾഫീൽഡ് ലിമിറ്റഡിന്റെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇത്തരത്തിൽ നിർമ്മിക്കുന്ന വാതകങ്ങൾ ഇന്ധനമായും രാസവളമായും മറ്റ് വ്യാവസായിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ സാധിക്കും. ഭൂഗർഭത്തിലുള്ള കൽക്കരിയാണ് ഇത്തരത്തിൽ വാതക നിർമ്മാണത്തിനായി ഖനനം ചെയ്ത് എടുക്കുക.
ഗുജറാത്തിലെ ഭുജ് സ്മൃതിവൻ സ്മാരക മ്യൂസിയത്തെ യുനെസ്കോയുടെ ലോകത്തിലെ 7 മ്യൂസിയങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. 2001 ഗുജറാത്തിലെ ഭുജിലുണ്ടായ ഭൂകമ്പത്തിന്റെ സ്മാരകമായാണ് ഭുജ് സ്മൃതിവൻ നിർമ്മിച്ചത്. 2022 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത്. മികച്ച നിർമ്മിതികൾക്കായി യുനെസ്കോ നൽകുന്ന പ്രിക്സ് വെർസൈൽസ് അവാർഡും മ്യൂസിയത്തിന് ലഭിക്കും. 470 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്മൃതിവൻ 50,000-ലധികം മരങ്ങളുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മിയാവാക്കി വനങ്ങളിലൊന്നുകൂടിയാണ്. മ്യൂസിയത്തോടൊപ്പം 300 വർഷം പഴക്കമുള്ള കോട്ട, വൃക്ഷത്തോട്ടങ്ങൾ, ചെറിയ ചെക്ക് ഡാമുകൾ, ഭൂകമ്പത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രദർശനം എന്നിവ ഉൾപ്പെടുത്തുന്നതാണ് സ്മൃതിവൻ മേഖല. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് പാറക്കല്ലും പൊടിയുമായി ചൈനയുടെ ചാങ്ങി 6 ദൗത്യം ഭൂമിയിലേക്ക് തിരിച്ചെത്തി. ഇന്നർ മംഗോളിയയിലെ സിസിവാങ് ബാനറിൽ ജൂൺ 25-നാണ് പേടകം ഇറങ്ങിയത്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് തിരിച്ചെത്തുന്ന ആദ്യ രാജ്യമാണ് ചൈന. മെയ് 3-ന് വിക്ഷേപിച്ച പേടകം ജൂൺ 2-ന് ചന്ദ്രന്റെ സൗത്ത് പോൾ 8 കെയ്ൻ തടത്തിലിറങ്ങിയാണ് സാമ്പിൾ ശേഖരിച്ചത്. ക്ഷയരോഗബാധയ്ക്ക് കാരണമാവുന്ന ബാക്ടീരിയയെക്കുറിച്ചും ചികിത്സാ രീതികളെക്കുറിച്ചും പഠിക്കാൻ 3D ഹൈഡ്രോജൽ കൾച്ചർ സിസ്റ്റം രൂപകൽപ്പന ചെയ്ത് ബംഗളൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശാസ്ത്രജ്ഞർ. IISCയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബയോ എഞ്ചിനീയറിംഗിലെ ശാസ്ത്രജ്ഞരാണ് ഇതിന് പിന്നിൽ. കൊളാജൻ കൊണ്ടാണ് ഹൈഡ്രോ കൾച്ചർ നിർമ്മിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ പ്രശസ്തമായ ഡെക് വർത്ത് ലൂയിസ് നിയമത്തിന്റെ സ്രഷ്ടാക്കളിലൊരാളായ ഫ്രാങ്ക് ഡെക് വർത്ത് അന്തരിച്ചു. മഴ കാരണം മത്സരം മുടങ്ങിയാൽ വിജയികളെ നിർണയിക്കാൻ ക്രിക്കറ്റിൽ ഉപയോഗിക്കുന്നതാണ് ഡെക് വർത്ത് ലൂയിസ് നിയമം. 2024-ലെ 10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഇന്ത്യയിലെ മുഖ്യവേദി. ഉത്തരം ശ്രീനഗർ. 2024-ലെ പാരിസ്ഥിതിക പ്രകടന സൂചികയിൽ 1ാമതെത്തിയ രാജ്യം. ഉത്തരം എസ്റ്റോണിയ. 2024-ലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരങ്ങൾക്കുപയോഗിക്കുന്ന ഔദ്യോഗിക പന്തിന്റെ പേര്. ഉത്തരം കുംബ്രെ. 2024-ലെ യൂറോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര്. ഉത്തരം ഫുസ് ബെല്ലി ബേ. ജൂണിൽ തീവണ്ടികൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടായ ജൽപായ്ഗുഡി എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം പശ്ചിമ ബംഗാൾ. സ്വകാര്യ സ്ഥാപനങ്ങളിലെ ലഹരി ഉപയോഗത്തിന് തടയിടാൻ കൊച്ചി പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി. ഉത്തരം പോഡ. ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡന്റായി 2ാമതും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തരം സിറിൽ രാമഫോസ. ഇതോടെ 2024 ജൂലൈ 13 തൊഴിൽ വാർത്തയിൽ വന്ന എല്ലാ കറന്റ് അഫയേഴ്സും ഡിസ്കസ് ചെയ്തിരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.